ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ സൈബർ അധിക്ഷേപം നടത്തിയ കേസിൽ രാഹുൽ ഈശ്വർ റിമാൻഡിൽ. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് മാറ്റിയ രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാരമിരിക്കുമെന്ന് പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ച് ഇനിയും വീഡിയോകൾ ചെയ്യുമെന്നായിരുന്നു തെളിവെടുപ്പിനിടെയുള്ള രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. നിർത്തില്ല. ഗാന്ധി സുരേഷ്, നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ ശക്തമായ റിമാൻഡ് റിപ്പോർട്ടാണ് പോലീസ് ഹാജരാക്കിയത്. രാഹുൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയെന്നും ചിത്രങ്ങളും വിവരങ്ങളും പ്രചരിപ്പിച്ച് അപമാനിച്ചെന്നും റിമാൻഡ് റിപ്പോർട്ട്. ഹാജരാകാനുള്ള നോട്ടീസ് കൈപ്പറ്റിയില്ലെന്നും ലാപ്ടോപ്പ് ഉൾപ്പെടെ കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തി. അറസ്റ്റ് നിയമപരമല്ലെന്നായിരുന്നു പ്രതിഭാഗം വാദം. എന്നാൽ പ്രതി സമാന കുറ്റകൃത്യം മുൻപും ചെയ്തിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ തിരിച്ചടിച്ചു. അതിജീവിതയെ അപമാനിക്കാൻ ശ്രമിക്കുമെന്നും തെളിവെടുപ്പും കസ്റ്റഡിയും വേണമെന്നും ജാമ്യത്തെ എതിർത്ത് പ്രോസിക്യൂഷൻ വാദിച്ചു. കേസന്വേഷണം തുടക്കഘട്ടത്തിലായതിനാൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ കേസിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് നിരീക്ഷിച്ച് കോടതി ജാമ്യാപേക്ഷ തള്ളി. പൂജപ്പുര ജില്ലാ ജയിലിൽ നിരാഹാരമിരിക്കുമെന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. ഞാൻ ജയിലിൽ നിരാഹാര സമരത്തിലേക്ക് പോവാണ്. പച്ചക്കള്ളമാണ് ഈ കേസ്. ഹാജരാകാനുള്ള നോട്ടീസ് കൈപ്പറ്റിയില്ല എന്നത് പോലീസിന്റെ വ്യാജവാദമാണെന്ന് രാഹുലിന്റെ ഭാര്യ ദീപ. കള്ളമാണത്. ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് കാരണം മറ്റ് കേസിന്റെ മറ്റ് വിശദാംശങ്ങളും ഒക്കെ എനിക്ക് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നുവെങ്കിലും ഇത് എനിക്കറിയാവുന്ന കാര്യമാണ്. ഇതിന് ഒരു നോട്ടീസും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ അത് പച്ച കള്ളമാണ് എനിക്ക് പറഞ്ഞിരിക്കുന്നത്. അത് അവിടെ കോടതിയിൽ വെച്ച് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും നമുക്ക് അടച്ചു വെക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും കള്ളമാണ് അത്. നമുക്ക് ഒരു നോട്ടീസും തരാതെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. ജാമ്യത്തിനായി മേൽക്കോടതിയെ സമീപിക്കാനാണ് രാഹുൽ ഈശ്വറിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. ലൈംഗിക പീഡന ഭ്രൂണഹത്യ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 5ാം ദിവസവും ഒളിവിൽ. വ്യാപക പരിശോധന നടത്തിയിട്ടും പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താനായില്ല. പാലക്കാട്ടു നിന്നും രാഹുൽ മുങ്ങിയെന്ന് കരുതുന്ന ചുവന്ന കാർ സിനിമാ താരത്തിന്റേതാണ് എന്ന് അന്വേഷണ സംഘത്തിന് സംശയം. മറ്റന്നാൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും MLA വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടത് ഒരു ചുവന്ന ഫോക്സ് വാഗൻ കാറിലാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഒരു സിനിമാ താരത്തിന്റെ വാഹനമെന്നത് സംശയിച്ച് അന്വേഷണ സംഘം പരിശോധന ആരംഭിച്ചു. പത്തനംതിട്ടയിൽ രാഹുലിനും 2ാം പ്രതി ജോബി ജോസഫിനുമായി സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടന്നുവരികയാണ്. പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. രാഹുൽ ഒളിവിൽ പോയ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങളാണ് DVRൽ നിന്നും ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. CCTV DVR SIT കസ്റ്റഡിയിലെടുത്തു. അപ്പാർട്ട്മെന്റ് കെയർടേക്കറെ സ്വാധീനിച്ച് ഡിലീറ്റ് ചെയ്തതെന്ന സംശയത്തിൽ കെയർടേക്കറെ SIT ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. അതിനിടെ ലൈംഗിക പീഡന പരാതി നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ കൂടുതൽ നടപടിയെടുക്കുന്നതിൽ കോൺഗ്രസിൽ ധാരണ. മുൻകൂർ ജാമ്യാപേക്ഷയിലെ കോടതി ഉത്തരവിന് ശേഷം തീരുമാനിക്കാമെന്നാണ് ധാരണയുണ്ടായിരിക്കുന്നത്. പ്രധാന നേതാക്കൾക്കിടയിൽ നടന്ന കൂടിയാലോചനയിലാണ് ഈ തീരുമാനം. പീഡന പരാതിയിൽ അറസ്റ്റ് ഉണ്ടായാൽ രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കും. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കണം എന്ന ആവശ്യം നേരത്തെ തന്നെ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. കടുത്ത നടപടി വേണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത്തരം നേതാക്കൾക്ക് മേൽക്കൈ ലഭിക്കുന്നു, അവരുടെ അഭിപ്രായത്തിന് കൂടുതൽ പിന്തുണ ലഭിക്കുന്നു എന്നാണോ നമ്മൾ കരുതേണ്ടത്? ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ വന്ന ഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ്, നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയതാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നത് ആക്ഷേപങ്ങളല്ല, മറിച്ച് രേഖാമൂലമുള്ള പരാതിയാണ്. പോലീസ് അക്കാര്യത്തിൽ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ നടപടി വേണം എന്ന ആവശ്യം കോൺഗ്രസിനകത്ത് ശക്തമാണ്. അതുകൊണ്ടാണ് കോടതിയുടെ തീരുമാനം എങ്ങനെയാണ് വരുന്നത് അത് നോക്കി ബാക്കി നടപടികൾ തീരുമാനിക്കാനുള്ള ധാരണ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ സമീപകാലത്തെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിലുള്ള കൂടിയാലോചനയിലൂടെയാണ് സംഭവിക്കുന്നത്. അത് ഹൈക്കമാൻഡ് നിർദ്ദേശമാണ്. ഒറ്റക്കെട്ടായി പോകണം. അതുകൊണ്ട് തന്നെ ഒറ്റയുള്ള തീരുമാനങ്ങളിലേക്ക് പോകരുത്. എല്ലാവരുമായും ആലോചിച്ച് ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്നത് ഹൈക്കമാൻഡ് നിർദ്ദേശം കൂടിയാണ്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഇപ്പോഴത്തെ പരാതിയും അനുബന്ധ സാഹചര്യങ്ങളും വിലയിരുത്തിക്കൊണ്ടുള്ള നേതാക്കന്മാർക്കിടയിലുള്ള ചർച്ച നടന്നത്. ആ ചർച്ചയിലാണ് ആൻറ്റിസിപ്പേറ്ററി ബെയിലിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി എന്താണ് തീരുമാനമെടുക്കുന്നത്, അതിനുശേഷം പാർട്ടിയിൽ നിന്ന് മറ്റെന്തെങ്കിലും നടപടി വേണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാം. ഒരുപക്ഷെ
ഒരുപക്ഷെ ജാമ്യാപേക്ഷ തള്ളുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്താൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയുള്ള തീരുമാനം ആ ഘട്ടത്തിൽ വരാനുള്ള സാധ്യതയാണ്. അതിലേക്കാണ് നേതാക്കളുടെ ആലോചന പോകുന്നത്. എങ്കിൽ പോലും തിടുക്കപ്പെട്ടൊരു നടപടി വേണ്ട. എന്നാൽ ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിലിൽ കോടതി തീരുമാനമെടുക്കുന്നവരെ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പീഡന പരാതിയിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തരുന്ന നിർദ്ദേശവും കോൺഗ്രസ് ഹൈക്കമാൻഡും KPCC നേതൃത്വവും നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും മറ്റും നേതാക്കൾ ഒഴിഞ്ഞു മാറുകയും പ്രതികരിക്കാതെ മാറി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ കാര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ തീരുമാനം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ തുടർന്ന് കോൺഗ്രസിൻ്റെ പരിപാടികളിൽ നിന്നും വേദികളിൽ നിന്നും മാറ്റി നിർത്തണമെന്ന നിർദ്ദേശവും KPCC DCCകൾക്കും മറ്റും നൽകിയിട്ടുണ്ട്. യെസ്, അറസ്റ്റുണ്ടായാൽ രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കും എന്നതാണ് പാർട്ടി നേതാക്കൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ധാരണ. ബുധനാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അതിലെ തീരുമാനമനുസരിച്ചായിരിക്കും എന്തൊക്കെ തുടർ നീക്കങ്ങൾ വേണമെന്ന് കോൺഗ്രസ് ഒരു അഭിപ്രായ ഐക്യത്തിലേക്ക് എത്തുക. പക്ഷേ രാഹുലിനെ സംരക്ഷിക്കില്ല, അറസ്റ്റുണ്ടായാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന കടുത്ത നടപടിയിലേക്ക് പോകും എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്ന ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റു പ്രധാന വാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നു. കേരള സർക്കാരിനെ വെട്ടിലാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ. SIR നടപടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തടസ്സമാകില്ല എന്ന് കോടതി അറിയിച്ചു. സുഗമമായ നടത്തിപ്പിനായി ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നും വിശദീകരണം. കേരളത്തിലെ SIRനെതിരായ ഹർജികൾ നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് കമ്മീഷന്റെ ഈ നീക്കം. അതേസമയം SIR നീട്ടിവെക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിലുള്ള SIR നടപടികൾ പ്രായോഗിക പ്രശ്നം സൃഷ്ടിക്കുന്നു എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം തള്ളിയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് SIR നടപടികൾ തടസ്സം സൃഷ്ടിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥരെ SIR നടപടികളുടെ ഭാഗമാക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പാക്കണം. തെരഞ്ഞെടുപ്പ് സുഗമമായി നടക്കാൻ സംസ്ഥാന സർക്കാർ ഭരണപരമായ എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് ചീഫ് സെക്രട്ടറി മുഖേന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ടെന്നും മറുപടിയിൽ പറയുന്നു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പും SIRഉം ഒന്നിച്ച് മുന്നോട്ട് പോകുമെന്ന നിലപാടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന നടപടികൾ പൂർത്തിയായി. SIR നടപടികൾ മാറ്റിവെക്കാനാകില്ല. സംസ്ഥാന സർക്കാരിന്റെ ഹർജി തള്ളണമെന്ന ആവശ്യവും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ മറുപടിയിലൂടെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള ഹർജിക്കാർ ഉന്നയിച്ച ആശങ്കയും അടിയന്തര ആവശ്യവും മറികടക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം SIR നടപടികളുടെ സമയപരിധി നീട്ടിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനവും ഹർജിക്കാരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. R. അച്യുതൻ, 24, ഡൽഹി. ഡിറ്റുവ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ തമിഴ്നാടിന്റെ തീരദേശ മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും കേന്ദ്രം പ്രളയ മുന്നറിയിപ്പ് നൽകി. ചെന്നൈ, തിരുവള്ളൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മണിക്കൂറുകളായി തുടരുന്ന മഴയിൽ ചെന്നൈയിലെ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അതേസമയം ശ്രീലങ്കയിൽ മരണം 334. ഇടതടവില്ലാത്ത മഴയാണ് തമിഴ്നാടിന്റെ തീരദേശ ജില്ലകളിൽ. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ കണക്കിലെടുത്താണ് കേന്ദ്ര ജലകമ്മീഷന്റെ ജാഗ്രതാ നിർദ്ദേശം. ചെന്നൈയിലും തിരുവള്ളൂരും ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി, നെല്ലൂർ ജില്ലകളിലുമാണ് പ്രളയ മുന്നറിയിപ്പ് നൽകിയത്. മണിക്കൂറുകളായി തുടരുന്ന മഴയിൽ ചെന്നൈ നഗരത്തിലെ മൈലാപ്പൂർ, ടി നഗർ, കോയമ്പേട്, വത്സരവാക്കം, വ്യാസർപടി തുടങ്ങി വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ചെന്നൈ, തിരുവള്ളൂർ, ചെങ്കൽപ്പെട്ട്, കാഞ്ചീപുരം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. തീവ്ര ന്യൂനമർദ്ദമായ ഡിറ്റുവ നിലവിൽ തമിഴ്നാടിന്റെ വടക്കൻ തീരത്തു നിന്നും ശരാശരി 35 കിലോമീറ്റർ അകലെയാണ്. ഇന്ന് രാത്രിയോടെ ഇത് ന്യൂനമർദ്ദമായി മാറും. മഴയ്ക്കൊപ്പം തീരപ്രദേശങ്ങളിൽ ശക്തമായ കാറ്റും വീശുന്നുണ്ട്. 65 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മഴയിൽ സംസ്ഥാനത്ത് ഇതുവരെ 4 മരണം റിപ്പോർട്ട് ചെയ്തു. ശ്രീലങ്കയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. 334 പേർ മരിച്ചു. 370 പേരെ കാണാനില്ല. രാജ്യത്തെ 25 ജില്ലകളിലായുള്ള 11 ലക്ഷം പേരെയാണ് ഡിറ്റുവ ചുഴലിക്കാറ്റ് ബാധിച്ചത്. 24 ചെന്നൈ. ഡിറ്റുവ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും ശ്രീലങ്കയിലും ഇന്തോനേഷ്യയിലും തായ്ലൻഡിലുമായി മരണം 1000 കടന്നു. ഇന്തോനേഷ്യയിൽ മാത്രം മരണസംഖ്യ 600-ലധികമാണ്. ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ അറിയിച്ചു. ഡിറ്റ്വ സെനിയർ ചുഴലിക്കാറ്റുകളിൽ മരണസംഖ്യ 1000 കടന്നു.
ശ്രീലങ്ക, ഇന്തോനേഷ്യ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലാണ് ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും 1000-ലധികം ആളുകൾ മരിച്ചത്. ഇന്തോനേഷ്യയിൽ മാത്രം 604 പേർ മരിച്ചു. ശ്രീലങ്കയിൽ 366 പേരും തായ്ലൻഡിൽ 176 പേരും മരിച്ചു. മലാക്ക കടലിടുക്കിൽ രൂപപ്പെട്ട സെൻയാർ ചുഴലിക്കാറ്റാണ് ഇന്തോനേഷ്യയിൽ ഇത്രയധികം പേരുടെ മരണത്തിലേക്ക് നയിച്ച ദുരന്തത്തിന് കാരണം. ഇന്തോനേഷ്യയിൽ ചുഴലിക്കാറ്റ് ഏറ്റവും അധികം ബാധിച്ചത് സുമാത്ര ദ്വീപിനെയാണ്. 28 കോടി പേർ ജീവിക്കുന്ന 17,000 ദ്വീപുകളാണ് ഇന്തോനേഷ്യയിലുള്ളത്. പ്രളയബാധിതമായ സുമാത്രയിൽ മാത്രം 6 കോടിയാണ് ജനസംഖ്യ. ,2 കോടി ജനങ്ങൾ ജീവിക്കുന്ന ശ്രീലങ്കയിൽ തലസ്ഥാനമായ കൊളംബോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രളയത്തിൽ വലിയ നാശനഷ്ടമുണ്ടായി. 7.2 കോടി ജനസംഖ്യയുള്ള തായ്ലൻഡിലെ സോങ്ഖല പ്രവിശ്യയെയാണ് പ്രളയം വൻതോതിൽ ബാധിച്ചത്. ശ്രീലങ്കയിലും ഇന്തോനേഷ്യയിലും പ്രളയബാധിതർക്ക് ഭക്ഷണമെത്തിക്കാൻ സൈന്യത്തെ നിയോഗിച്ചു. പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഗുജറാത്തിലെ സൂറത്തിൽ മലയാളി വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. സൂറത്ത് SVNITയിലെ ബിടെക് 3-ാം വർഷ വിദ്യാർത്ഥി തൃശൂർ സ്വദേശിയായ അദ്വൈത് നായരാണ് മരിച്ചത്. ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടുകയായിരുന്നു. ചികിത്സ വൈകി എന്നാരോപിച്ച് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകും മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, എന്താണ് അവിടെ സംഭവിച്ചത്? എന്തിനാണ് ഈ കുട്ടി ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ജീവൻ ഒടുക്കിയത്? വിജയകുമാർ, ഏറെ ദുഃഖകരമായ സംഭവമാണ്. ഇന്ന് പുലർച്ചെ, അതായത് ഏതാണ്ട് 12 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ 5-ാം നിലയിൽ നിന്നാണ് ഈ അദ്വൈത് നായർ താഴേക്ക് ചാടിയത്. ചാടിയ ഉടനെ ഈ നിലത്ത് വീണതിന് ശേഷം അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു എന്നതാണ് കുട്ടികൾ പറയുന്നത്, സഹപാഠികളൊക്കെ തന്നെ പറയുന്നത്. പക്ഷെ ആശുപത്രിയിൽ എത്തിക്കാൻ പിന്നെയും സമയം വൈകി എന്നാൽ ഗുരുതരമായ ആരോപണം. ഏതാണ്ട് അരമണിക്കൂറോളം നേരം സമയമെടുത്താണ് ഒരു ആംബുലൻസ് പോലും എത്തിയത് എന്നതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അങ്ങനെ ഒരു ഗുരുതരമായ ഒരു കൃത്യവിലോപം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് ഭാഗത്ത് നിന്നുണ്ടായി എന്നാരോപിച്ചാണ് പിന്നീട് വലിയ പ്രതിഷേധം നടന്നത്. ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷവും അവിടെ ചികിത്സ നൽകുന്നതിൽ വലിയ കാലതാമസം ഉണ്ടായി എന്നതാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നതാണ്. അങ്ങനെയാണ് ഇന്ന് പകൽ മുഴുവൻ ഈ സൂറത്തിലെ SVNIT ക്യാമ്പസിനകത്ത് വലിയ പ്രതിഷേധം ഉണ്ടായത്. ഈ കുട്ടിയുടെ ആത്മഹത്യയെക്കുറിച്ച് അതിന് പ്രേരകമായ കാരണം എന്താണ് എന്നതിനെ കുറിച്ചൊന്നും കൃത്യമായ ഒരു വ്യക്തത ഈ ഘട്ടത്തിലില്ല. പക്ഷേ കഴിഞ്ഞ 3 മാസത്തോളമായി കുട്ടി ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നില്ല എന്നതാണ്, ഹാജരാകുന്നില്ല എന്നതാണ് സഹപാഠികൾ പറയുന്നത്. പക്ഷേ ഇത്രയും നാൾ ഇങ്ങനെ ക്ലാസ്സിൽ പങ്കെടുക്കാതെ ഇരിക്കുമ്പോൾ അതേക്കുറിച്ചുള്ള വിവരം എന്തുകൊണ്ട് രക്ഷിതാക്കളെ അടക്കം അറിയിച്ചില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ പലതും അവിടെ ബാക്കിയുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള മാനസിക സംഘർഷത്തിലൂടെ ആയിരുന്നോ വിദ്യാർത്ഥി കടന്നുപോയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഇടപെടലും ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒമാനിലായിരുന്നു പിതാവ് ഉണ്ടായിരുന്നത്. ഈ വിവരം അറിഞ്ഞതിനെ തുടർന്ന് സൂറത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രീനാഥ്, ഒരു നിമിഷം. ഇപ്പോൾ ശ്രീ സുനിൽ നമ്പ്യാർ, അദ്ദേഹം സൂറത്തിലെ കേരള സമാജത്തിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുനിൽ നമ്പ്യാർ, താങ്കളൊക്കെ ഇടപെട്ട വിഷയമാണല്ലോ ഇത്. ഈ സംഭവത്തിന് ശേഷം എന്താണ് അവിടെ ഉണ്ടായത് എന്നതിൽ ഒരു വിശദീകരണം കിട്ടിയിട്ടുണ്ടോ അവിടെ നിന്ന്? ഇന്നലെ രാത്രിയോടെയാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. ഏതാണ്ട് ഒരു 11 മണിയോടുകൂടിയാണ് ഈ ഒരു മരണം സംഭവിക്കുന്നത്. അപ്പോൾ 2ാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് ചാടിയ സമയത്താണ് ഇങ്ങനെ മരണം സംഭവിച്ചിരുന്നത്. പക്ഷെ ഏതാണ്ട് ഒരു 20-25 മിനിറ്റോളം ബോഡി അവിടെ തന്നെ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നായിരുന്നു. കാരണം മറ്റ് ഇവരുടെ സഹപാഠികളൊക്കെ വിവരം അറിയിച്ചെങ്കിലും കോളേജ് അധികൃതർ കൃത്യമായ ഒരു നടപടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവരത്ര സീരിയസ് ആയിട്ട് കണ്ടില്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥികളിൽ നിന്ന് അറിയാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ പിന്നീട് പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും മരണം ഏതാണ്ട് സംഭവിച്ചിരുന്നു എന്നാണ് ഹോസ്പിറ്റൽ അധികൃതരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. രക്ഷിതാക്കളുമായിട്ടും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ചു, കോളേജ് അധികൃതരായിട്ട് സംസാരിച്ചു. ഒപ്പം ഉള്ള കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഏതാണ്ട് ഒരു 2-3 മാസത്തോളമായി ഈ കുട്ടി ക്ലാസ്സുകളിലേക്ക് പോകാതെ ഹോസ്റ്റലിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യം കോളേജ് അധികൃതർ ഒന്നും തന്നെ പേരൻസിനെ അറിയിച്ചില്ല എന്നുള്ളതാണ് പേരൻസിന്റെ ഭാഗത്തുനിന്നുള്ള ഏറ്റവും വലിയൊരു പരാതിയായിട്ട് അവർ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മളും പോലീസ് ഉദ്യോഗസ്ഥരെയും കോളേജ് അധികൃതരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു കുട്ടി ഇത്രയും മാസങ്ങളോളം, ഒരു 3-4 മാസത്തോളം ഹോസ്റ്റലിൽ തന്നെയുണ്ട്, ക്ലാസ്സിൽ നിരന്തരമായിട്ട് വരാറുണ്ടായിരുന്നില്ല.
പക്ഷേ ഈ കാര്യം കുട്ടി പാരന്റ്സിനോട് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇന്നലെ രാത്രി ആക്ച്വലി കുട്ടി ഒമാനിലോട്ട് യാത്ര ചെയ്യേണ്ടതായിരുന്നു. ആ വിവരം കുട്ടി പാരന്റ്സിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മസ്കറ്റ് എയർപോർട്ടിൽ ഇത്ര മണിക്ക് ഫ്ലൈറ്റ് എത്തും, ഞാൻ അവിടെ വന്നോളാം എന്ന് അങ്ങനെ പറയുകയും ചെയ്തു. പാരന്റ്സ് അവിടെ വെയിറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു മസ്കറ്റ് എയർപോർട്ടിൽ. പക്ഷേ കുട്ടി അവിടെ എത്താത്തത് കാരണമാണ് ഇവിടെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഈ ഒരു അപകടത്തെക്കുറിച്ചുള്ള വാർത്ത രക്ഷിതാക്കളും അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്നാമത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വീഴ്ച കോളേജ് അധികൃതരുടെ ഭാഗത്ത് സംഭവിച്ചത് ഈ ഒരു മരണം അല്ലെങ്കിൽ അപകടം നടന്നതിന് ശേഷം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അവരുടെ ഭാഗത്ത് ഒരു വലിയ വീഴ്ച സംഭവിച്ചു. അതോടൊപ്പം തന്നെ ഈ ഒരു 2-3 മാസക്കാലമായി കോളേജിന്റെ ക്യാമ്പസിനകത്തുള്ള ആ ഒരു ഹോസ്റ്റൽ ഉണ്ടായിട്ട് കൂടി ഈ വിവരം ക്ലാസ്സിൽ വരുന്നില്ല എന്നുള്ള വിവരം രക്ഷിതാക്കളെ അറിയിക്കുന്ന കാര്യത്തിലും കോളേജ് അധികൃതരുടെ ഭാഗത്ത് വലിയൊരു വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ മേലും കൃത്യമായ അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യം ഉറപ്പായും അതാണ്. ഈ രണ്ട് വിഷയങ്ങളിലും അന്വേഷണം വേണമെന്നത് അവിടുത്തെ മലയാളി സമാജം അടക്കം ആവശ്യപ്പെടുന്നുണ്ട്. അവിടെ തൃശ്ശൂർ സ്വദേശിയാണ് അദ്വൈത് നായർ. ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് മുകളിൽ താഴേക്ക് ഇന്നലെ ചാടി. ചികിത്സ വൈകി എന്നാരോപിച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. താഴെ വീണ് കഴിഞ്ഞ് കുറേ സമയം അവിടെ തന്നെ ആ കുട്ടി കിടന്നു. ആ സമയത്തൊക്കെ ജീവൻ ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് സുഹൃത്തുക്കളൊക്കെ പറയുന്നത്, സഹപാഠികളൊക്കെ പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഏതാണ്ട് ഒരു 20 മിനിറ്റ് വൈകിയാണ് ആശുപത്രിയിലേക്ക് ആ കുട്ടിയെ മാറ്റാൻ കഴിഞ്ഞത്. മസാല ബോണ്ട് ഇടപാടിൽ ഫെമ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന് ED നോട്ടീസ്. നേരിട്ടോ അല്ലാതെയോ മറുപടി നൽകണം എന്നാണ് നോട്ടീസ്. മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും ED നോട്ടീസ് നൽകിയിട്ടുണ്ട്. EDയുടേത് BJPക്ക് വേണ്ടിയുള്ള പാദസേവയെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു. ലാവ്ലിൻ കമ്പനിക്ക് നൽകിയ പ്രത്യുപകാരമാണ് മസാല ബോണ്ട് എന്നായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. അതേസമയം ഫെമ ചട്ടലംഘനം ഇല്ലെന്നും ED നോട്ടീസിലെ വാദങ്ങൾ അടിസ്ഥാനരഹിതമെന്നും കിഫ്ബി വിശദീകരിച്ചു. 2019 ജനുവരിയിൽ കിഫ്ബി ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി അധ്യക്ഷനായുള്ള യോഗത്തിലായിരുന്നു ബോണ്ട് ഇറക്കാനുള്ള തീരുമാനം. 9.72% പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി 2150 കോടി രൂപയാണ് കിഫ്ബി സമാഹരിച്ചത്. ഈ പണം അടിസ്ഥാന വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചതിൽ ചട്ടലംഘനമുണ്ടായി എന്നാണ് നോട്ടീസിലുള്ളത്. വിശദീകരണം തേടിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. നോട്ടീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഹാജരാകേണ്ടതില്ല. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് 3 മാസം മുൻപ് അഡ്ജുഡിക്കേറ്റീവ് അതോറിറ്റിക്ക് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ്. ED നടപടിക്കെതിരെ TM തോമസ് ഐസക് രംഗത്തെത്തി. EDയുടെ രാഷ്ട്രീയ ജനമാനന്മാർക്ക്, കേന്ദ്രത്തിലെ BJP അധികാരികൾക്ക് അവരുടെ ശീലം ഇങ്ങനെയായിരിക്കാം. ഇത്രയൊക്കെ പണമിടപാട് നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്, ഇങ്ങനെ അന്വേഷണം നടത്തിയാൽ എന്തെങ്കിലും കാലുമ തടയുമെന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു അർത്ഥമില്ലാത്ത ഈ നോട്ടീസുകൾ, ഒരാവശ്യമില്ലാത്ത വിവരങ്ങൾ ചോദിച്ച് അയച്ചുകൊണ്ടിരിക്കുന്നത്. മസാല ബോണ്ട് ഇടപാടും SNC ലാവ്ലിൻ കേസുമായി ബന്ധമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ലിസ്റ്റ് ചെയ്ത് അവിടെ മണി അടിക്കുന്നതിന് മുമ്പ് ഈ കച്ചവടം കേരളത്തിലും കാനഡയിലും നടന്നിരുന്നു. SNC ലാവ്ലിൻ കേസുമായി ബന്ധമാണ് ഈ ഇടപാടുകൾ. C&AG റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ച് 2021 മസാല ബോണ്ട് ഇടപാടിൽ ED അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് 7 തവണ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് ED നോട്ടീസ് നൽകി. ഇതിനെതിരെ തോമസ് ഐസക് കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. 24 കൊച്ചി. കൊച്ചി കളമശ്ശേരി HMD പരിസരത്ത് മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിന് ഹൈക്കോടതിയുടെ വിമർശനം. മൃതദേഹം ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടേതെന്ന് സ്ഥിരീകരിച്ചാൽ പോലീസ് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും എന്നാണ് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. സൂരജ് ലാമയ്ക്കായുള്ള അന്വേഷണത്തിന് മകൻ സന്തോൺ ലാമ വീണ്ടും കൊച്ചിയിലെത്തി. പോലീസിലും എറണാകുളം മെഡിക്കൽ കോളേജ് അധികൃതർക്കുമെതിരെ സന്തോൺ ലാമ രൂക്ഷ വിമർശനം നടത്തി. HMD പരിസരത്ത് മൃതദേഹം കണ്ടെത്തിയതിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. ജുഡീഷ്യൽ സിറ്റി വരാൻ പോകുന്ന പ്രദേശത്ത് നിന്ന് മൃതദേഹം ലഭിച്ചത് അധികൃതരുടെ നിരീക്ഷണക്കുറവ് ചൂണ്ടിക്കാണിക്കുന്നതാണ്. നൈറ്റ് വാക്ക് നടത്തിയിട്ട് കാര്യമില്ല, എല്ലാവർക്കും എല്ലാ സമയം സുരക്ഷിതമായി നടക്കാൻ പറ്റണമെന്നും ഹൈക്കോടതി വിമർശിച്ചു. സൂരജ് ലാമയെ അന്വേഷിച്ച മകൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ ചികിത്സയിൽ അങ്ങനെ ഒരാളില്ല എന്നായിരുന്നു അധികൃതർ ആദ്യം നൽകിയ മറുപടി. പിന്നീട് മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷമായിരുന്നു അജ്ഞാതനെന്ന് മാറ്റി സൂരജ് ലാമ എന്നാക്കിയത്. ഇതിൽ കടുത്ത വിമർശനമാണ് സൂരജ് ലാമയുടെ മകൻ സന്തോൺ ലാമ ഉന്നയിക്കുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന പിതാവിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് പോകാൻ അനുവദിച്ചത് വലിയ പിഴവെന്നാണ് ആരോപണം. മൊത്തം സിസ്റ്റം തകരാറിലാണെന്നും പോലീസ് അന്വേഷണം നടത്തിയ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ മൃതദേഹം കിട്ടിയതെന്നും സന്തോൺ ലാമ. If Ernakulam Medical College had not let my father go, we wouldn't be here. If they had to follow procedure
those people told me that he can say his name. He doesn't know his name, dude. It's just that they have shown their lack of responsibility so far. It's called due negligence in English. അതേസമയം HMD പരിസരത്ത് നിന്ന് കണ്ടെത്തിയ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ശരീരത്തിൽ പരിക്കേറ്റ പാടുകളില്ലെന്നാണ് കണ്ടെത്തൽ. മരണകാരണം കണ്ടെത്താൻ ആന്തരികാവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. DNA പരിശോധനയ്ക്കുള്ള സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട്. 24 കൊച്ചി. ശബരിമലയിൽ കേരള സദ്യ നൽകുന്നത് വൈകും. വെള്ളിയാഴ്ച നടക്കുന്ന ബോർഡ് യോഗത്തിന് ശേഷം തീരുമാനമെടുക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. മണ്ഡലകാലം തുടങ്ങി ആദ്യ 15 ദിവസം വരുമാനം 92 കോടി രൂപ കഴിഞ്ഞു. ഇന്ന് സന്നിധാനത്തെത്തിയ ഭക്തരുടെ എണ്ണം 80,000 കടന്നു. തിരുവനന്തപുരം മാനവീയം വീതിയിൽ ആവേശം നിറച്ച് ഹാപ്പി ട്രിവാൻഡ്രം ആഘോഷരാവ്. തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം, യങ് ഇന്ത്യൻസ്, ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്കൂൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം ജില്ലാ കളക്ടർ MS അനുകുമാരി IAS, അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ ശിവശക്തിവേൽ IAS എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പരിപാടിയിൽ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്കൂളിലെ കുട്ടികളെയും അധ്യാപകരെയും അനുമോദിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.